മിയ, നമുക്ക് ഇനി ഇവരുടെ സോളോ പെർഫോമൻസ് ആണ് കാണേണ്ടത്. ടീം മെമ്പേഴ്സ് അവര് ഒരു സോളോ പെർഫോമൻസിന് വേണ്ടി ഇവിടെ വരും. അപ്പൊ ആദ്യം തിരയിൽ നിന്ന് ആരാണ് സോളോ പെർഫോം ചെയ്യാൻ വരുന്നത്? ഞാനാണ്. ശ്രീദേവി ചേച്ചിയാണ് വരുന്നത്. അപ്പൊ ചേച്ചിയുടെ പാട്ട് തന്നെയായിരിക്കും അല്ലേ? അതെ അതെ അതെ. പക്ഷെ ചേച്ചീനെ കുറിച്ചൊരു വേറൊരു കാര്യം മിയയ്ക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സന്ധ്യാദീപം പോലെ തന്നെ ചേച്ചി ഒരു ഡബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്. നീലത്താമരയ്ക്ക് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്തത് അല്ലേ? നീലത്താമരയായിരുന്നു ആദ്യത്തെ ചിത്രം. അർച്ചന കവിക്ക് വേണ്ടി. അതെ, അർച്ചനയുടെ വോയിസ് ആയിരുന്നു. അർച്ചനയുടെ പോലെ തന്നെ അതിൽ പാർവതി ചേച്ചിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. രണ്ടുപേർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ പാലേരി മാണിക്കും പാലേരിമാണിക്യത്തിൽ ആർക്ക് വേണ്ടി? മൈഥിലിയുടെ വോയിസ്. മൈഥിലിയുടെ വോയിസ്. ഓ അത് ശരി. അപ്പൊ സ്ഥിരമായിട്ട് ഡബിങ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഞാൻ അറൌണ്ട് ഒരു 35 ഫിലിംസിൽ ചെയ്തിട്ടുണ്ട് ഹീറോയിൻ വോയിസിന്. ലാസ്റ്റ് ചെയ്തത് കായംകുളം കൊച്ചുണ്ണിക്കാണ്. അതില് സുഹറയുടെ ക്യാരക്ടർ. ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പോ നമുക്ക് ചേച്ചിയുടെ ഒരു പാട്ട് അങ്ങ് കേട്ട് കളയാം. യെസ്, വരും. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കൂടലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഞാനെൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി പുകച്ചും. ഞാനെൻ മിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി പുകച്ചും. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണനീയൻ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കൂടലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ.
വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ. കൃഷ്ണ 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 കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ അച്ഛോ എന്തു പറ്റി അമ്മ പാടി കഴിഞ്ഞപ്പോ? കാർമുകിൽ വർണ്ണൻ എന്ത് പറ്റി? ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ. ഒരു കാലത്ത് ചേച്ചി ഇത് സ്റ്റേജിൽ പെർഫെക്റ്റ് ആയിട്ട് പാടിയിരുന്നു. സ്റ്റിൽ ചേച്ചിക്ക് പാടാൻ പറ്റുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷയം കൊണ്ട് ഒഴിവാക്കിയ ഒരു പാട്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഈ ഒരു പാട്ട് പാടണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്ത സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുമോ അറ്റ് പ്രസന്റ് എനിക്കും അറിയില്ലായിരുന്നു. അതെന്താണ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംശയം വരാൻ കാര്യം എന്താ? അത് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തുമ്പോഴേ കുഞ്ഞിലേ തൊട്ട് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഒരു ഇമോഷനാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അമ്മ എപ്പോഴും പറയും നമുക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ സങ്കടം പറയാനാണെങ്കിലും സന്തോഷം പറയാനാണെങ്കിലും ആ വീട്ടിൽ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ആ അമ്മ പറഞ്ഞു തന്ന ആ കഥകളും ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവും. അമ്മ പറഞ്ഞു തരുന്നതാണല്ലോ നമുക്കെല്ലാം. അപ്പോൾ ഈ പാട്ട് പണ്ട് തൊട്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഈ സിനിമ റിലീസായത്. എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു, അത് പാടുമ്പം എനിക്ക് ഒരു വൈബ്രേഷൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആ മൂന്നാമത്തെ കൃഷ്ണ എത്തുമ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു വിറയൽ വരും. അപ്പം 4ഉം 5ഉം എനിക്ക് എത്തുമെന്ന് എനിക്ക് തന്നെ ഒരു സംശയവും. ആദ്യമൊക്കെ പാടുമ്പോൾ നമ്മൾ ഭയങ്കര ടെക്നിക്കലി പാടി അങ്ങ് എത്തിക്കും. പക്ഷേ പിന്നെ ഓരോ പ്രാവശ്യം പാടും തോറും ഈ പാട്ടിനോടൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ പാടിയ സമയത്ത് എനിക്ക് ആ ലാസ്റ്റ് കൃഷ്ണ പാടി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓരോ പ്രാവശ്യം ഈ പാട്ട് പാടുമ്പോൾ എനിക്കത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് ആരെങ്കിലും പാടി കേട്ടാലും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് ആ പാട്ടിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. അപ്പം അതാണ് ഈ പാട്ട് അവൻ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്നോട് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പാട്ടാണത്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു പാട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, വലിയൊരു ബ്രേക്കിന് ശേഷം ഇപ്പം ഇന്ന് ഞാനത് പാടുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും ചേച്ചിക്ക് കുറച്ച് കൂടുതൽ ഇമോഷൻ ഉണ്ട് ആ പാട്ടിനോട്. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ആ പാടത്തിലെ വിഷ്വൽസും കൃഷ്ണനും ആ കൃഷ്ണന്റെ വിഗ്രഹവും ഒക്കെ നമുക്ക് ഓർമ്മ വരും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവരിലേക്കും ചേച്ചിയുടെ ആ ഒരു ഇമോഷൻ കുറച്ച് ഒരളവിൽ നമുക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ട് തന്നെ ചേച്ചി പാടി. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഗംഭീരമായിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.